ഹലോ സ്റ്റുഡൻസ്, 2024 അധ്യയന വർഷത്തിൽ ബിടെക് കോഴ്സ് ഒരു ഗവൺമെന്റ് കൺട്രോൾഡ് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഗവൺമെന്റ് കൺട്രോൾഡ് സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് ഗ്രാൻഡ് എന്ന് പറയുന്ന സ്കോളർഷിപ്പാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും ഞാൻ അതിന്റെ ഒരു ബിടെക് കോഴ്സിലേക്ക് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഗ്രാൻഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുട്ടികൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് മെറിറ്റ് കോട്ടയിലായിരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത് SC, ST, OEC സ്റ്റുഡൻസിന് ഇൻകം ലിമിറ്റുകളില്ല. അവർക്ക് എന്ത് ഇൻകം ആയി കഴിഞ്ഞാലും ആ 3 കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് മുഴുവൻ ഫീസും തിരിച്ചു കിട്ടുന്നതാണ്. മുഴുവൻ ഫീസ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസ്, എക്സാം ഫീസ് എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് OBC അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്കും ഗ്രാൻഡ് കിട്ടുന്നതാണ്. പക്ഷെ അവരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 1 lakhൽ താഴെ ആയിരിക്കണം. അപ്പോൾ 1 lakhൽ താഴെ ആനുവൽ ഇൻകം ഉള്ള OBC കുട്ടികൾക്കും ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ഗ്രാൻഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർക്കും ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി OEC കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. പക്ഷെ അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 6 lakhൽ താഴെ ആയിരിക്കണം. ഇനി ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് എല്ലാ വർഷവും കിട്ടുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് എല്ലാ സെമസ്റ്ററുകളിലും 75% അറ്റൻഡൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്രയുമാണ് ഗ്രാൻഡ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്കോളർഷിപ്പാണ് മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് കുട്ടികൾ തീർച്ചയായിട്ടും മെറിറ്റ് കോട്ടയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് പോയിന്റ്, കുട്ടികൾ എന്ന് പറയുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കുട്ടികളായിരിക്കണം. എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളായിട്ടുള്ള മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് മുതലായിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് അവരുടെ ആനുവൽ ഇൻകം 2.5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഒരു കണ്ടീഷൻ കൂടി, കുട്ടികളുടെ +2 മാർക്ക് എന്ന് പറയുന്നത് 50% മുകളിലായിരിക്കുകയും വേണം. അങ്ങനെയുള്ള കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം. എല്ലാ വർഷവും 20,000 രൂപ സ്കോളർഷിപ്പ് തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദാറ്റ് ഈസ് ഫിഷറി സ്കോളർഷിപ്പ്. ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കുട്ടികളുടെ നിങ്ങളുടെ പാരന്റ്സ് എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ആനുവൽ ലിമിറ്റുകളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ ഫീസുകളും തിരിച്ചു കിട്ടുന്നതാണ്. ഇൻക്ലൂഡിങ് ട്യൂഷൻ ഫീസ്, എക്സാം ഫീസ്, സ്പെഷ്യൽ ഫീസ് എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. നാലാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള സ്കോളർഷിപ്പാണ്. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള കോളേജുകളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ കെയ്പ് എന്ന് പറയും. കെയ്പ് സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കെയ്പ് പ്രൊവൈഡ് ചെയ്യുന്ന EK നായനാർ കോഓപ്പറേറ്റീവ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ താഴെയാവുകയും നിങ്ങളുടെ +2 മാർക്ക് എന്ന് പറയുന്നത് 85% മുകളിലുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും 15,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ നിങ്ങൾ അഡ്മിഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോഓപ്പറേറ്റീവ് സെക്ടറിൽ വരുന്ന പാരന്റ്സ് ഉള്ളവരുടെ കുട്ടികൾക്ക്, കോഓപ്പറേറ്റീവ് സെക്ടറിലുള്ള ജീവനക്കാരുടെ മക്കൾ ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ആനുവൽ ഇൻകം ബാധകമല്ല. ആ കുട്ടികൾക്കും ഈ 15,000 രൂപ എല്ലാ വർഷവും കിട്ടുന്നതാണ്. അഞ്ചാമതായി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ആനുവൽ ഇൻകം 8 ലക്ഷം രൂപയിൽ താഴെയാവുകയും നിങ്ങളുടെ +2 മാർക്ക് എന്ന് പറയുന്നത് 80% മുകളിലുമാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ വർഷവും 10,000 രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്കോളർഷിപ്പാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ഇവിടെയും നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയിൽ താഴെയാവുകയും +2 മാർക്ക് എന്ന് പറയുന്നത് 80% അതിന് മുകളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും 10,000 രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നതാണ്.
അടുത്തതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്കോളർഷിപ്പാണ് AICTE ട്യൂഷൻ ഫീ വേവർ എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു. 60 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങളുടെ എൻട്രൻസിന്റെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു എന്ന് കരുതുക. ആ എൻട്രൻസിന്റെ റാങ്കിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിൽ ആദ്യം വരുന്ന 1, 2, 3 സ്ഥാനക്കാർക്ക് മുഴുവൻ ഫീസുകളും AICTE തിരിച്ചു നൽകുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് AICTE ട്യൂഷൻ ഫീ വേവർ എന്ന് പറയുന്ന സ്കീം. ആ സ്കീമിൽ വന്നാലും നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കാതെ തന്നെ കോഴ്സ് പഠിക്കാവുന്നതാണ്. അടുത്തത് നിങ്ങൾ അറിയേണ്ട മറ്റൊരു സ്കോളർഷിപ്പാണ് പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് ഫോർ CRPF, BSF, അതുപോലെ തന്നെ AR എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നിങ്ങളുടെ പാരൻസ് എങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ +2 മാർക്ക് എന്ന് പറയുന്നത് 60% അതിന് മുകളിലോ മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ സ്കോളർഷിപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗേൾസ് സ്റ്റുഡൻസിന് 2250 രൂപ എല്ലാ മാസവും, ബോയ്സിനാണെങ്കിൽ 2000 രൂപയും എല്ലാ മാസവും സ്കോളർഷിപ്പ് തുകയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്കോളർഷിപ്പാണ് പ്രഗതി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഗേൾ സ്റ്റുഡൻസിന് മാത്രം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു AICTE അപ്രൂവൽ ആയിട്ടുള്ള ഒരു കോളേജുകളിലാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ പ്രതിവർഷം 50,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണ് പ്രഗതി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ക്രൈറ്റീരിയ കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾക്കാണ് മാക്സിമം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ 2 പേർക്ക് കിട്ടുള്ളൂ, മൂന്നാമത്തെ ആൾക്ക് കിട്ടില്ല. കൂടുതൽ സ്കോളർഷിപ്പുകൾ ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.